ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റിന് ചിലവ് കുറഞ്ഞതും ഹെൽത്തിയുമാണ്. എന്നാൽ വലിയ ജോലിയുമില്ല. അതിനായി നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഓട്സ് എടുത്ത് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വയ്ക്കാം. ഈ ഓട്സിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ 2 പേർക്കുള്ള ഫുഡാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 4 ഏത്തക്ക എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പാത്രത്തിലോട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മൾ കൂടുതൽ കഴിക്കേണ്ട നമ്മുടെ നാട്ടിലുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിനാവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും ഒരുമിച്ച് അടങ്ങിയിട്ടുള്ളതാണ് ഏത്തപ്പഴം. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, കാൽസ്യം, പൊട്ടാസ്യം വലിയ തോതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു 4 മുട്ട പുഴുങ്ങിയെടുക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മുട്ട. സെലീനിയം, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ, കാൽസ്യം ഇവയെല്ലാം ഇതിലും അടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച ഓട്സും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. 3ഉം ഒരുപോലെ വെന്ത് കിട്ടും. രാവിലെ ഓട്സ് കഴിച്ചാൽ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു. ഇതിലേക്ക് 2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാല് കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഏറെയാണ്. ദിവസവും 1 ഗ്ലാസ് പാല് കുടിക്കണമെന്നാണ് നമ്മുടെ മുത്തശ്ശിമാർ പറയുന്നത്. പ്രോട്ടീൻ, വൈറ്റമിൻ, കാൽസ്യം പല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. വരണ്ട ചർമ്മമുള്ളവർക്കും അലർജി ഉള്ളവർക്കും നല്ലതാണ്. അതുപോലെ തന്നെ ഓട്സ് നമ്മൾ കഴിക്കുന്നത് ചർമ്മം, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലാത്തവർക്ക് ഒരു നുള്ളു ഉപ്പിടാം, അതല്ലെങ്കിൽ ശർക്കര ഇടാം, ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് തേനൊഴിച്ച് കൊടുത്താലും മതിയാവും. ഓട്സ് നമ്മുടെ ശരീരത്തിൻ്റെ രക്തഓട്ടം കൂട്ടുന്നതിനും നല്ലതാണ്. ഏത്തയ്ക്ക പുഴുങ്ങി വെച്ച് ഇനി അടുത്ത് നമുക്ക് ഈ മുട്ട പുഴുങ്ങി വെച്ചതും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് ഞാനൊരു പാത്രം വെച്ച് പാത്രം ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം അങ്ങ് ചൂടാവാൻ പാടില്ല, ചെറിയൊരു ചൂടേ ആവാവും. ചൂടാകുമ്പോൾ നമ്മൾ തീയങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു സ്വല്പം മുളക് പൊടി ഇട്ട് കൊടുക്കണം, സ്വല്പം കുരുമുളക് ഇട്ട് കൊടുക്കണം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കണം. തീ ഓഫ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ. എണ്ണ നല്ലോണം തിളയ്ക്കാനും പാടില്ല, ചെറിയൊരു ചൂട് മതി. അതിനകത്തോട്ട് നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനും മിനറൽസും വലിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് കരുതി എല്ലാ ദിവസവും ഈ 2 മുട്ട കഴിക്കാനും പാടുള്ളതല്ല. അല്ലെങ്കിൽ പിന്നെ എല്ലാ ദിവസവും നല്ലതുപോലെ വ്യായാമം ചെയ്യുന്ന ആളുകളായിരിക്കണം. ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവർ, ഷുഗർ ഉള്ളവർ ആഴ്ചയിൽ 2 മുട്ട മാത്രം കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഏത്തക്കായും റെഡിയായി, മുട്ട റെഡിയായി, ഓട്സും റെഡി ആയിട്ടുണ്ട്. ഓട്സ് നമുക്ക് പാലിൽ തന്നെ കാച്ചണമെന്നില്ല, ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. മുട്ടയ്ക്കാകെ വരുന്ന ചിലവ് 10 രൂപ. ഇതുപോലെ നമ്മൾ വല്ലപ്പോഴും കൂടി ഇതുപോലൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കഴിക്കാൻ നല്ലതാണ്. നിങ്ങൾക്കിതെല്ലാം ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക.